ആലപ്പുഴയിൽ വെച്ചുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട ആൽവിൻ ജോർജിന്റെ സംസ്കാര ശുശ്രൂഷയിൽ തോമസ് പെരുന്നിക്കലച്ചൻ പറഞ്ഞ വാക്കുകൾ. ആൽവിന്റെ മാതാപിതാക്കളായ കൊച്ചുമോൻ ലീന, സഹോദരൻ കെൽവിൻ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ആൽവിൻ നമ്മളിൽ നിന്ന് നിത്യ സൗഭാഗ്യത്തിലേക്ക് കടന്നുപോയിരിക്കുന്നു. ഒരു പുഷ്പമായി തീരേണ്ടവൻ ഒരു മൊട്ടായപ്പോൾ പറിച്ചെടുക്കപ്പെട്ടു. ഒരു കാറ്റ് വന്ന് അണഞ്ഞുപോയ മെഴുകുതിരി പോലെ നമ്മളെല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് നമ്മുടെ പ്രിയ ആൽവിൻ കടന്നു പോയി. ഒരു വലിയ സങ്കട കടലിലാണ് നാം എല്ലാവരും. ജീവിച്ച് കൊതി തീരാതെ പോയ ഒരു ജീവൻ. മരണം നമ്മുടെ കണക്കുകൂട്ടലുകൾക്കൊക്കെ അപ്പുറത്താണ്. ഒത്തിരിയേറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ടാണ് ഈ മകനെ നമ്മൾ കണ്ടിരുന്നത്. അഭിമാനത്തോടെയാണ് ആൽവിനെ നമ്മൾ കണ്ടിരുന്നത്. പഠനത്തിലും ജീവിതത്തിലും കഴിവും സാമർഥ്യവും മികവും കാട്ടിയ ഒരു മകൻ. നീറ്റ് പരീക്ഷയിലൊക്കെ റാങ്ക് നേടി വിജയിച്ചവൻ. ഒരു ഞായറാഴ്ചയും കുർബാന അവൻ മുടക്കിയിട്ടില്ല. ഒരു വേദപാഠ ക്ലാസും അവൻ പോകാതിരുന്നിട്ടില്ല. ദിനംപ്രതിയുള്ള കുടുംബ പ്രാർത്ഥനകളിൽ ഒന്നിച്ചിരുന്ന് വേദപുസ്തകം വായിച്ചിരുന്ന, പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചിരുന്ന, ജപമാല ചൊല്ലുന്ന, ദൈവത്തിന് മനുഷ്യനും പ്രിയങ്കരനായ ഒരു മകനായിരുന്നു. ഇന്നലെയും ഇന്നും ഒക്കെ ആയിട്ട് ഇവിടെ കടന്നു വന്ന ധാരാളം പേരെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് 20 വർഷം കൊണ്ട് 20,000 പേരുടെ സുഹൃത്തായിട്ട് മാറുവാൻ അവന് സാധിച്ചു. അവന്റെ ഏറ്റവും വലിയ തീവ്രമായ ആഗ്രഹം ഫുട്ബോൾ ആയിരുന്നു. ഫുട്ബോൾ പ്രേമിയാണ് അവൻ. ഫുട്ബോൾ കളിക്കുന്നവരാണ് അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. പഠനത്തിൽ മുൻപന്തിയിലായിരുന്ന അവനെ ഒരു നോക്ക് കാണുവാൻ പഠിച്ച സ്കൂളിലെ സുഹൃത്തുക്കളും പഠിപ്പിച്ച അധ്യാപകരും വേദനയോടുകൂടെ ഇന്നലെയും ഇന്നുമായി ഇവിടെ ഒന്നു ചേർന്നു. തീർച്ചയായും ഈ കുടുംബത്തിന്റെ ഒരു അനുഗ്രഹമായിരുന്നു ആൽവിൻ. അമ്മയായ ലീനായിക്ക്, അപ്പനായ കൊച്ചുമോന്, സഹോദരൻ കെൽവിന് ഈ വേദന താങ്ങാനാവാത്തതാണ്. വാക്കുകൾ കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കുക വളരെ പ്രയാസമാണ്. അനുശോചനമല്ല, പ്രാർത്ഥനയാണ് ഇവർക്ക് ഇന്ന് ആവശ്യം. സഹതാപമല്ല, കരുണയാണ് ഇവർക്ക് ഇന്ന് ആവശ്യമുള്ളത്. ഞാൻ ഓർക്കുന്നുണ്ട്, തന്റെ വല്യമ്മച്ചിയെ എത്രമാത്രം സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടിയാണ് ഈ ആൽവിൻ പരിചരിച്ചത് എന്ന്. മറ്റുള്ളവരോട് സഹതാപം കാട്ടുന്ന ഒരു വ്യക്തിയായിട്ടാണ് ആൽവിനെ എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ആൽവിൻ എപ്പോഴും പറയും, നമ്മുടെ മുമ്പിൽ കൈനീട്ടുന്നവരെ ഒരു നാളും വെറുതെ വിടരുതേ എന്ന്. നമ്മുടെ കുടുംബത്തിന്റെ ഒരു വിലപ്പെട്ട മുത്താണ് ആൽവിൻ. ആൽവിൻ കുടുംബത്തിൽ എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. എത്ര നാൾ ജീവിച്ചു എന്നതല്ല, എങ്ങനെ ജീവിച്ചു എന്നതാണ് പ്രധാനം. തന്നിടത്തോളം ജീവന് നമുക്ക് നന്ദി പറയാം. പ്രിയ മാതാപിതാക്കൾക്കും ഈ കുടുംബത്തിനും ആൽവിൻ എന്നും ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു. പ്രിയ മാതാപിതാക്കളെ, മാതൃകയുള്ള ഒരു മകനായി നിങ്ങൾ അവനെ വളർത്തി. നിങ്ങളെ ഏൽപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്വം ഭംഗിയായി നിങ്ങൾ നിറവേറ്റി. ദൈവം നിങ്ങൾക്ക് നൽകിയ ഒരു ദാനമായിരുന്നു ആൽവിൻ. ഈ വേദനയിൽ ദൈവത്തിനല്ലാതെ ആർക്കും നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ സാധിക്കുകയില്ല. പ്രത്യാശയോടെ നിങ്ങൾ ഈ സങ്കടത്തെ അതിജീവിക്കണം. ആൽവിൻ ഇന്ന് ദൈവകരങ്ങളിലാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം.
അവനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ നിങ്ങൾ മനസ്സിൽ പേറിക്കൊണ്ട് ആശ്വാസം കണ്ടെത്തണം. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുവാൻ നിങ്ങൾ വെമ്പൽ കൂട്ടരുത്. ഇത് ദൈവത്തിന്റെ നിശ്ചയമാണ്. ദൈവഹിതത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. ദൈവത്തിന് ഒരു നാളും തെറ്റുപറ്റുകയില്ല എന്ന് വിശ്വസിക്കാം. ദൈവ പദ്ധതിയെ ചോദ്യം ചെയ്യുവാൻ നമ്മൾ ആരാണ്? ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതലായി ദൈവം ഈ മകനെ സ്നേഹിച്ചു. ഈശോ നിങ്ങളെ ബലപ്പെടുത്തും. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കും. ഒരു മരണവും അവസാനമല്ല. സ്വർഗത്തിൽ വീണ്ടും ഈ മകനെ നമുക്ക് കണ്ടുമുട്ടാമെന്ന പ്രത്യാശയാണ് നമുക്കുള്ളത്. ദൈവം ആശ്വാസത്തിന്റെ വലിയ അനുഗ്രഹം പ്രിയ മാതാപിതാക്കളെ നിങ്ങളുടെ ഉള്ളിൽ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസത്തോടും നന്ദിയോടും സ്നേഹത്തോടും കൂടി നമുക്ക് ഈ മകന്റെ ആത്മാവിനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് പേരറിയാവുന്ന ഒരു മാലാഖ കൂടി ആകാശത്തിൽ സ്വർഗത്തിൽ ദൈവപിതാവിന്റെ പക്കൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി ഈ മകനെ നമുക്ക് യാത്രയാക്കാം. ദൈവമാണ് ആൽവിനെ നമുക്ക് കടമായി നൽകിയത്. ചോദിക്കാതെയാണ് നൽകിയത്. തിരിച്ചു ചോദിച്ചാൽ കൊടുത്തേ പറ്റൂ. ദൈവത്തോട് എതിര് പറയാൻ നമ്മൾ ആരാണ്? ദൈവത്തിന് സ്വർഗത്തിന് ആൽവിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ ഹിം. ഇനിയും വാനദൂത സംഘത്തിലേക്ക്, മാലാഖമാരുടെ ഗണത്തിലേക്ക് അവൻ ചേർക്കപ്പെട്ടു. അവന്റെ ശരീരം മാത്രമേ ഇവിടുന്ന് പോകുന്നുള്ളൂ. ശരീരത്തെ മാത്രമേ മരണത്തിന് കൊണ്ടുപോകാനാകൂ. അവനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ, അവനെക്കുറിച്ചുള്ള നല്ല ചിന്തകൾ ആരും നമ്മിൽ നിന്ന് എടുത്തു കളയില്ല. നമ്മുടെ ബന്ധങ്ങളെ ആരും മുറിച്ചു കളയുകയില്ല. ഈ